ആ സമയത്ത് സച്ചി ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ അർച്ചനയ്ക്ക് സഹിക്കാൻ പറ്റുമോ? സച്ചി ഇല്ലാത്ത ഈ ഭൂമിയിൽ ജീവിക്കണ്ടെന്ന് അർച്ചന തീരുമാനിച്ച ആ ഷോക്കിന്റെ ആഘാതത്തില് അർച്ചന ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് അർച്ചനെ തള്ളിവിടണോ? പക്ഷേ എനിക്ക് പറയാനുള്ളത് സച്ചി ഒന്ന് കേൾക്കണം. നമുക്ക് പുറത്തിറങ്ങി സംസാരിച്ചാലോ? പ്ലീസ്. അമ്മേ, ആ ഗോകുൽ സാർ എന്തിനാ വന്നേ? സച്ചിയെ കാണാൻ. സച്ചിനെ കാണാനോ? ഒരു ഡ്രൈവറായ സച്ചിനെ കാണാൻ ഗോകുൽ സാർ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഫോണിൽ വിളിച്ചൊന്ന് കാണുമെന്ന് പറഞ്ഞാ പോരെ? എടീ, അവര് തമ്മിലേ വെറും ഡ്രൈവറും വക്കീലും പോലെയല്ല, നല്ല കൂട്ടുകാരാ അവര്. അവനെക്കൊണ്ട് ഗോകുൽ സാറിന് എന്തെങ്കിലും അത്യാവശ്യം കാണും. ആഹടി, ആ ടിന്നെ കുറച്ച് മിച്ചർ കാണും, അതെടുത്ത് പാത്രത്തിലോട്ട് എടുത്തിട്ട് ഈ ചായ മാത്രമായിട്ട് എങ്ങനെ കൊടുക്കുന്നത്? കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. സച്ചി കാണിച്ചത് വളരെ ബുദ്ധിമോശമായി പോയി. ഇത് പറയാനാണ് ഇങ്ങോട്ട് വന്നേ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സഹതാപോ കുറ്റബോധോ ഇത് രണ്ടും എന്നോട് വേണ്ട. സച്ചി, താൻ തെറ്റിദ്ധരിച്ചിരിക്കുക. സത്യത്തില് എനിക്ക് സഹതാപം എന്നോട് മാത്രം. 10 കൊല്ലം ഞാൻ ഇങ്ങനൊരു വിട്ടുവേഷം കെട്ടിപ്പോയതിന്, ഇപ്പോഴും എനിക്കൊന്നും അഴിച്ചു വയ്ക്കാൻ പറ്റാത്തതിന്. പക്ഷെ കുറ്റബോധം അതിനെ വല്ലാതെ തളർത്തുന്നുണ്ട്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഞാനും കാരണക്കാരനായല്ലോ. ഞാനൊന്നുമല്ല, നിങ്ങൾ മാത്രമാണ് കാരണക്കാരൻ. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് എന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ നഷ്ടങ്ങൾക്കും നിങ്ങൾ മാത്രം ഉത്തരവാദി. ഒരു സ്വാർത്ഥനാണ് നിങ്ങൾ, പുഞ്ചിരിക്കുന്ന ചെകുത്താൻ. അങ്ങനെ മാത്രമേ എനിക്ക് നിങ്ങളെക്കുറിച്ച് പറയാൻ പറ്റൂ. സച്ചി, തനിക്ക് എന്ത് വേണേലും പറയാം. ഈ കുറ്റപ്പെടുത്തലെല്ലാം അർഹിക്കുന്നവനാ ഞാൻ. കുറ്റപ്പെടുത്തലല്ല, നിയമപരമായ ശിക്ഷയാണ് നിങ്ങൾ അർഹിക്കുന്നത്. മറ്റൊരാളുടെ ഭാര്യയെ 10 കൊല്ലത്തോളം ഊരും പേരും മറച്ചുവെച്ച് ഒരു ഐഡന്റിറ്റി പോലും ഇല്ലാതാക്കി നിങ്ങളുടെ ഭാര്യയായിട്ട് കൊണ്ടു നടന്നതിന് എന്ത് ശിക്ഷയും അനുഭവിക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ ചെയ്തൊരു വലിയ കുറ്റം തന്നെയാണ് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? എന്റെ വണ്ടിയുടെ മുൻപിലേക്ക് വന്ന് വീണ് ആക്സിഡന്റ് ആയ ഒരു പെൺകുട്ടി. ഉണരുമ്പോ അവൾക്ക് ഓർമ്മകളില്ല. അയാൾ ആരാണെന്ന് പോലും അവൾക്കറിയില്ല. തെരുവിലേക്ക് ഇറക്കി വിട്ട എന്ത് സംഭവിക്കുന്നു പോലും പറയാൻ പറ്റില്ല. നിങ്ങളെപ്പോലെ നിയമത്തെക്കുറിച്ച് അറിവുള്ള ഒരു അഡ്വക്കേറ്റ് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ എത്തിക്കായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ വാർത്ത കൊടുക്കായിരുന്നു. എന്തിന്? സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയ വീഡിയോ ഇട്ട് ഇക്കാര്യം പറഞ്ഞാൽ പോലും അതെങ്കിലും ഞാൻ കാണുമായിരുന്നു. സച്ചി പറയുന്നല്ല ശരിയാ. പക്ഷേ എന്റെ അപ്പോഴത്തെ അവസ്ഥ, എനിക്ക് പറ്റിയൊരു ബുദ്ധിമോശം. ഏത് മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ഞാനും എന്റെ കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ. സ്വാർത്ഥനായി പോയി, അതുകൊണ്ട് പറ്റിയതാ. പക്ഷേ ഇപ്പൊ ഞാൻ വന്നത് ആത്മാർത്ഥമായിട്ടാ. എനിക്ക് സച്ചിയോട് ഒന്നേ പറയാനുള്ളൂ, ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. നഷ്ടപ്പെട്ടതെല്ലാം സച്ചിക്ക് തിരിച്ചു കിട്ടും. അതുവരെ ഒന്ന് കാത്തിരുന്നാ മതി. എത്ര നാൾ? ദേ, ഒരു കാര്യം ഞാൻ പറയാം, നിലതെറ്റി നിൽക്കാൻ ഞാൻ. ഇനി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. സച്ചി, ഈ നിമിഷം വേണമെങ്കിലും ഞാൻ എന്റെ സമൃദ്ധയെ... എന്താ പറഞ്ഞേ? നിങ്ങളുടെ സമൃദ്ധയോ? ഇനി ഒരിക്കൽ കൂടി അങ്ങനെ പറഞ്ഞ... ക്ഷമിക്കണം സച്ചിയുടെ അർച്ചനെ. ഈ നിമിഷം വേണമെങ്കിലും വിട്ടുതരാൻ ഞാൻ തയ്യാറാ. പക്ഷേ പഴയതൊന്നും ഓർമ്മയില്ലാത്ത അവൾക്ക് നിങ്ങളെ ഉൾക്കൊള്ളാനോ നിങ്ങളിപ്പോ അനുഭവിക്കുന്ന സങ്കടം മനസ്സിലാക്കാനോ സാധിക്കില്ല സച്ചി.
കാരണം അവളുടെ ബോധത്തിലും വിശ്വാസത്തിലും അവൾ സമൃദ്ധയ. 10 കൊല്ലം അവളുടെ ജീവിതം ഞങ്ങളുടെ കൂടെയായിരുന്നു. പേരുകൊണ്ടാണെങ്കിലും അവളുടെ ഭർത്താവിന്റെ സ്ഥാനത്തായിരുന്നു ഞാൻ. നിങ്ങളെപ്പോലെ തന്നെ സമൃദ്ധയുടെ മനസ്സ് ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവളെ തിരിച്ചു തരാൻ ഞാൻ തയ്യാറാ. പക്ഷേ അതവളുടെ ജീവിതത്തിനെ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടാവരുത്. അങ്ങനെ വന്നാ എനിക്ക് സഹിക്കാൻ പറ്റില്ല. സച്ചി, ഞാൻ പറയുന്നതാണെന്ന് മനസ്സിലാക്കണം. അവളുടെ ലോകത്തിപ്പോ ഞാനും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ മോളും മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവളെ അങ്ങനെ ആക്കിയതാ. ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് ഞാൻ മറുപടി പറയിപ്പിക്കും. സച്ചി, വാശിയും വൈരാഗ്യം അല്ല ഇപ്പൊ വേണ്ടത്. അവസരോചിതമായ ഒരു തീരുമാനമാണ്. അർച്ചന ഇനി സച്ചിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് ഇപ്പൊ താൻ മാത്രമാ. ഇന്നല്ലെങ്കിൽ നാളെ സച്ചിയുടെ അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആ സമയത്ത് അർച്ചന ഓർക്കുന്നത് സച്ചിയെ മാത്രമായിരിക്കും. ആ നിമിഷം അവൾ സച്ചിയുടെ അരികിലേക്ക് ഓടി വരും. 10 വർഷം ഒരുമിച്ച് ജീവിച്ച ഞാനും എന്റെ കുടുംബവും മാത്രമായിരിക്കും അന്ന് അവൾക്ക് അപരിചിതര്. എന്നെ ഓർക്കുക പോലുമില്ല. ആ സമയത്ത് സച്ചി ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ അർച്ചനയ്ക്ക് സഹിക്കാൻ പറ്റുമോ? സച്ചി ഇല്ലാത്ത ഈ ഭൂമിയിൽ ജീവിക്കണ്ടെന്ന് അർച്ചന തീരുമാനിച്ച ആ ഷോക്കിന്റെ ആഘാതത്തില് അർച്ചന ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് അർച്ചനെ തള്ളിവിടണോ? ഞാൻ ചെയ്തതിന്റെ തെറ്റും ശരിയും കുറ്റവും ശിക്ഷയെല്ലാം ഇടകേറി പരിശോധിക്കാൻ നമുക്ക് ഇനി സമയമുണ്ട്. അർച്ചനയുടെ ജീവനും ജീവിതവും അതാണ് ഇപ്പൊ ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ കാണിച്ച ഈ അബദ്ധം ഇനി കാണിക്കരുത്. തന്റെ ജീവിതത്തിലേക്ക് അർച്ചന വരും. ഞാൻ അവളെ കൊണ്ടുവന്ന് തരും. സച്ചിയുടെ പഴയ അർച്ചനയായിട്ട്. അറിഞ്ഞുകൊണ്ട് ഇനിയൊരു ദുരന്തത്തിലേക്ക് എടുത്തു ചാടി ജീവിതത്തിലേക്കുള്ള വാതിൽ കൊട്ടി അടയ്ക്കരുത്. അബദ്ധം ആവർത്തിക്കരുത്. ഇനിയല്ല സച്ചിയുടെ കയ്യില്ല, സച്ചിയുടെ കയ്യിൽ മാത്രം. ഇതൊന്ന് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്.